കെഎസ്ആർടിസി ബസ്സുകളിലെ പ്രിയദർശിനി സൗജന്യ യാത്രയും ക്രമാതീതമായ ഇന്ധനവില വർധനവും കാരണം പ്രതിസന്ധിയിലായി സ്വകാര്യ ബസ് സർവീസ്. സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ സ്വകാര്യ ബസ് ഉടമകൾ നിരാഹാര സമരം സംഘടിപ്പിച്ചു. സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ സ്വകാര്യ ബസ് മേഖലയോട് മാനുഷികപരമായ സമീപനം കാണിക്കണമെന്ന് മെഹബൂബ് ആവശ്യപ്പെട്ടു. ട്രാൻസ്പോർട്ട് മന്ത്രിയും മുഖ്യമന്ത്രിയും കണ്ണു തുറന്ന് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായി വന്ന നഷ്ടം, ആ നഷ്ടം ടോട്ടൽ ലോസ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ ആ നഷ്ടം നികത്തുന്നതിനാവശ്യമായ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേ മതിയാകൂ. കോഴിക്കോട് ജില്ലയിൽ 1200ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. അവരെല്ലാവരും തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. തുടർന്ന് സ്വകാര്യ ബസ്സുകളുടെ ഉടമകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ നിരാഹാര സമരം തുടങ്ങിയിരിക്കുകയാണ്. സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ പ്രിയദർശിനി സൗജന്യ യാത്ര എങ്ങനെയാണ് നിങ്ങളെ ബാധിച്ചത്? വളരെയധികം വലിയ ബുദ്ധിമുട്ടാണ്. നേരത്തെ 12,000-13,000 ഓടുന്ന ബസ് 6,000-7,000 പകുതിയാണ്. വളരെ മോശമായ സിറ്റുവേഷൻ. തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നില്ല. ഡീസൽ അടിക്കാനും മറ്റൊന്നും വൈകുന്നേരം കൊടുക്കാൻ കഴിയാത്ത വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും സൗജന്യ യാത്ര നിർത്തണമെന്നല്ല ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെ കൂടി സംരക്ഷിക്കണം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ സൗജന്യ യാത്ര ലഭിക്കണം. ഇതൊരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമാണ് സൗജന്യ യാത്ര കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും കിട്ടുന്നില്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഇത് ബാധ്യസ്ഥരല്ലേ? എല്ലാവർക്കും ഒരുപോലെ ആനുകൂല്യം കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അത്രേ പറയാം. ഞങ്ങൾ നിർത്തണം എന്നല്ല പറയും. ഞങ്ങളെ സംരക്ഷിക്കുക, ഞങ്ങൾ തൊഴിലാളികളെ സംരക്ഷിക്കുക. ഞങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാത്ത സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. വളരെയധികം പ്രയാസമാണ്. കർശനമായ നടപടി സർക്കാർ ഏറ്റെടുത്തേ പറ്റൂ. സർക്കാർ ഇതിനു പുറമെ മറ്റൊന്ന് ഈ ഇന്ധനവില വർധനയും നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടല്ലോ. ഇന്ധനവില നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ തൊഴിലാളികൾ കൂലി കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് യാതൊരു വരുമാനവും ഇല്ല. ഇപ്പോൾ 3,000-4,000 രൂപ നഷ്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ജൂലൈ 20-ാം തീയതി ഞങ്ങൾ കംപ്ലീറ്റ് എല്ലാ വണ്ടികളും നിർത്താൻ പോവുകയാണ്. ഇവരെ പറയുന്നത് ഇവരുടെ ബുദ്ധിമുട്ടുകൾ സർക്കാർ മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കിവിടെ കാണാം, ഇവിടെ നിരാഹാര സമരം നടത്തുന്ന ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാക്കളുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം? ഞങ്ങളൊരു സമരമായിട്ടും മുന്നോട്ട് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഗവൺമെന്റിനെ കണ്ണു തുറപ്പിക്കുക, ഞങ്ങളുടെ പ്രയാസങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ് ഇന്നിപ്പോൾ നിരാഹാര സമരം. അതോടുകൂടി തുടർന്നും സെക്രട്ടേറിയറ്റിലും പല സംഘങ്ങളും പിന്നെ റെയിൽവേ സമരവും നടത്തുക എന്നാ ഉദ്ദേശിച്ചത്. അല്ലാതെ ബസ് നിർത്തി സർവീസ് നിർത്തിക്കൊണ്ടുള്ള സമരം ചെയ്യുന്നില്ല. എന്തായാലും ബസ് സർവീസ് നിർത്തിക്കൊണ്ടുള്ള ഒരു സമരം നടത്തുന്നില്ല എന്ന് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വാസുദേവനുണ്ട്. ഈ സമരം ഇനി എങ്ങനെയാണ്? ഈ സമരം ഇന്നൊരു സൂചനമായിട്ട് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങൾക്ക് നിവൃത്തികേടുകൊണ്ട് ഇങ്ങനെ ഒരു നിരാഹാരം എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഡീസൽ അടിച്ചിട്ടോ മറ്റൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ദിവസം പ്രതി 3,000-4,000 രൂപ നഷ്ടത്തിലാണ് ഇത് ഓടുന്നത്. തൊഴിലാളികളെ വേതനം കൊടുക്കാൻ കഴിയുന്നില്ല. ആ നേരം ഇതല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഇനി ഇതിനും പരിഹാരം ഗവൺമെൻറ് ഞങ്ങളെ സഹായിച്ചില്ല എന്നെങ്കിൽ ഈ മേഖല തകർത്തുകൊണ്ടാകരുത് ഫ്രീ സൗജന്യം കൊടുക്കുന്നത്. സ്വകാര്യ ബസ് പണിമുടക്കിലേക്ക് ഇനി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഫെഡറേഷൻ അടുത്ത ആഴ്ച വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിനെ കണ്ടിട്ട് ഇതിനെ സംരക്ഷിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിലും തീരുമാനമായിരുന്നില്ല എന്നുണ്ട്. ഫെഡറേഷന്റെ അനുമതിയോടുകൂടി ഒരു പക്ഷേ സമരത്തിലേക്ക് മറ്റോ പോകും. ഇപ്പോൾ അങ്ങനത്തെ ഒരു ആലോചന കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ്റെയും സ്വകാര്യ ബസ് ഉടമകളും ആലോചിക്കുന്നത്. എങ്കിൽ കൂടിയും പരമാവധി ഈ ബസ് പണിമുടക്കിയുള്ള സമരത്തിന് പകരം മറ്റ് സമരരീതികളാണ് ഇവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. സർക്കാർ കണ്ണ് തുറക്കണമെന്നൊരാവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. റിഷാദ് ടിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.